തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് പഠിക്കുക കെമിസ്ട്രി. ഒട്ടുമിക്ക പേർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ തെർമോഡൈനാമിക്സ്. അപ്പം അതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ക്ലാസ് കേൾക്കുക, കോൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആക്കുക. നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നല്ലോണം മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഫസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഐഡിയ കിട്ടൂല എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ക്ലാസ്സിൻ്റെ കൂടെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യൂലേ, ഒരു ടോപ്പിക് കഴിഞ്ഞ ശേഷം അവരെന്നെ ഒരു ക്വസ്റ്റ്യൻസ് എക്സാമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യൂലേ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ടീച്ചേഴ്സ് സോൾവ് ചെയ്യുന്നത്, ഏത് മെത്തേഡിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നതിന് ശേഷം നമ്മൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഇനി സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും സ്റ്റാർട്ടിങ്ങിലൊന്നും ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സൊല്യൂഷൻ നോക്കിയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുക. നമ്മളിങ്ങനെ തെർമോഡൈനാമിക്സ് എനിക്ക് പേടിയാണ് അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കരുത് കേട്ടോ. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പാനിക്കായി പോകും, അയ്യോ ഇതെൻ്റെ വീക്കാണല്ലോ, എനിക്കിത് കിട്ടൂലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ നല്ല മൈൻഡ് സെറ്റോട് കൂടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ലോണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ തെർമോഡൈനാമിക്സിൽ കുറച്ച് വീക്കായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ മേലെ നല്ലോണം എഫേർട്ട് ഇടുക, അതിന് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് റിവൈസ് ചെയ്യുക, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് പേഴ്സണലി തെർമോഡൈനാമിക്സിലെ ചില ടോപ്പിക്കിൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തത് ആ ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്തെടുത്ത് കുറേ ബുക്കിൽ ആ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻസ് തന്നെ സെലക്ട് ചെയ്ത് അത് കുറേ ചെയ്ത് അതങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതുപോലെ നല്ലോണം കോൺസെപ്റ്റ് ഫസ്റ്റ് നല്ല വൃത്തിക്ക് ക്ലിയർ ആക്കുക. NCERT എക്സാമ്പിളും എക്സസൈസും ചെയ്യാം കേട്ടോ. അത് MCQ നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം NCERT എക്സസൈസ് ചെയ്താൽ മതി. അതിലാകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, എനിക്ക് തോന്നുന്നു ബിലോ 20 ഉള്ളൂ. അപ്പോൾ അത് വേഗം തീരും. ഫസ്റ്റ് MCQ ബുക്ക് എടുത്തിട്ട് നല്ലോണം നമ്മൾ അതിൽ ഇങ്ങോട്ട് നമുക്ക് അതിൽ കോൺഫിഡൻസ് വരുന്നത് വരെ നല്ലോണം MCQ ബുക്ക് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം NCERT എക്സസൈസ് ചെയ്താൽ മതി.